ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണം എത്തിക്കുന്ന ക്ഷേമ പദ്ധതികൾ മൂന്നാം ഭരണം ഉറപ്പിക്കുമെന്ന കണക്കുകൂട്ടലിൽ ഭരണമുന്നണി. ഇവ ഗിമ്മിക്കും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമെന്ന് പുച്ഛിക്കുകയാണ് പ്രതിപക്ഷം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അവസാനത്തെ 6 മാസം വരെ കാത്തിരുന്നു എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ക്ഷേമ പെൻഷൻ മുൻകാല പ്രാബല്യത്തോടെ 2500 രൂപയാക്കണമെന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. ക്ഷേമം വഴി വോട്ട് വരുമോ? ഈ ചർച്ചയിൽ ശ്രീ KS അരുൺകുമാർ, CPM ശ്രീ VR അനൂപ്, കോൺഗ്രസ് ശ്രീ ശങ്കുട്ടിദാസ്, BJP എന്നിവർ. ആദ്യം ശ്രീ അരുൺകുമാർ, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? ഒരു സിനിമയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജഗദീഷ് ശ്രീകുമാർ ഒപ്പിന് കുപ്പി എന്ന് പറയുന്നുണ്ട്. ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ കുപ്പി കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ വോട്ടിന് പെൻഷൻ പദ്ധതിയാണോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ഇവിടെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ അവരുടെ ഭരണ കാലയളവിൽ ചെയ്ത് പൂർത്തീകരിക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നമുക്കറിയാം 5 കൊല്ലമാണല്ലോ നമ്മുടെ ഒരു ഭരണ കാലാവധി. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ, ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ന മേഖലകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നതാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 14 ജില്ലയിലും സഞ്ചരിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങളുമായിട്ട് സംവദിച്ച് ഒരു നവകേരളം നിർമ്മിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ജനങ്ങൾ അവ പങ്കുവച്ചു, ചിലവർ എഴുതി കൊടുത്തു. അത്തരം ആശയങ്ങളെ കൂട്ടിയോജിപ്പിച്ച് 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കി. ആ 600-ൽ 580 കാര്യങ്ങളും നടത്തി പൂർത്തീകരിച്ച് ആ 5 വർഷത്തിനുള്ളിൽ 5 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കി. നമുക്കറിയാം എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത്, എന്തൊക്കെയാണ് കൃത്യമായി നടപ്പാക്കിയത് എന്നതിനെ കുറിച്ച് ഈ 5 പ്രോഗ്രസ് റിപ്പോർട്ടുകളുണ്ട്. 2021 സമയത്ത് ഇതേപോലെ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ആണല്ലോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന, DBT സ്കീമുകളാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ആ പദ്ധതികളെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്താൽ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ വർഷവും 100 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. അങ്ങനെയാണ് 1600-ൽ അവസാനത്തെ വർഷം എത്തിയത്. നോക്കൂ, ഇതിപ്പോ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ് 400 രൂപ. എന്തുകൊണ്ടാണ് ഓരോ വർഷവും 100 രൂപ വെച്ച് കൂട്ടായിരുന്നത്, അല്ലെങ്കിൽ 150 രൂപ വെച്ച് കൂട്ടായിരുന്നത്? അപ്പോ അന്നേരം ആ ബേർഡൻ എടുത്തു വെക്കാൻ ധനവകുപ്പിന് പറ്റില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പുള്ളപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കുള്ള പെൻഷൻ കൂട്ടുക വഴി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഡെലിവറി ചെയ്യാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരും വിശ്വസിക്കുമോ? അതിലേക്കാണ് വരുന്നത്. എന്നാ പിന്നെ പേടിക്കണ്ട. നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പരിശോധിക്കണമല്ലോ. കാരണം 2021-ൽ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. അങ്ങേക്ക് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ കുട്ടികളുടെ മാത്രമേ നമ്മൾ കേട്ടുള്ള ചരിത്രമുള്ളൂ. നമ്മൾ അതിന് പ്രാധാന്യമില്ലാതെ തള്ളിക്കളയൊന്നും വേണ്ട. 2016-ന് ശേഷമാണ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ കണ്ടത്. അതിൽ ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ 2022-ൽ പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തിയ ഒരു സാഹചര്യം. അങ്ങനെ വന്നപ്പോൾ 7 മാസം വരെ കുടിശ്ശിക വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നോക്ക്, കുടിശ്ശികയുണ്ടോ? ഈ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് ഇവിടെ പലരും പ്രചരിപ്പിച്ചത് എന്താ? ട്രഷറി പൂട്ടും, സപ്ലൈകോ അടച്ചു പൂട്ടും, അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകുന്നു എന്ന. നമുക്കറിയാം കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഒന്നും കിട്ടിയൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി. അതോടൊപ്പം തന്നെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾക്കുള്ള ഊന്നൽ കൃത്യമായി നമ്മൾ ഊന്നി അതിൽ മനസ്സിലാക്കി പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി ഇടപെട്ടു. നമുക്ക് കൃത്യമായി സപ്ലൈക്കോ നിറഞ്ഞു കവിഞ്ഞില്ലേ? പെൻഷൻ 2 ഗഡുവല്ലേ 3200 രൂപ ഓണത്തിന് വിതരണം ചെയ്ത് 21,000 കോടി രൂപയാണ് ഓണത്തിന് മാത്രം ചെലവഴിച്ചത്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ മുന്നോട്ട് പോകുന്നു. എപ്പോഴും നമുക്കെതിരെ വന്ന ആക്ഷേപം എന്താ? കടമെടുപ്പ് തോതിൽ കേരളം 1ാമതാണ്, ശ്രീലങ്കയുടെ വലിയ കടമാണ്, ശ്രീലങ്കയാകാൻ പോകുന്നു എന്ന രൂപത്തിലാണ്. എന്നാൽ ഇപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കടമെടുത്ത് നോക്കിയാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? പല മാധ്യമങ്ങളടക്കം അത് വാർത്തയും കൊടുത്തില്ലേ? ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ കടത്തിലില്ല. കാരണം കടമുണ്ട്, പക്ഷേ നമ്മുടെ സമ്പത്തും വരുമാനവും ആ കടത്തിന്റെ തോത് വർദ്ധിക്കുന്നതിന്റെ 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഏത് ജനങ്ങളായാലും കടമെടുക്കും, സ്ഥാപനം വാങ്ങിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കും. പക്ഷെ കടം നമുക്ക് അടച്ചുപൂട്ടാൻ കഴിയും. അത്തരത്തിൽ ഒറ്റ മിനിറ്റ് അതുകൊണ്ട്
കൃത്യമായ ധനകാര്യ മാനേജ്മെന്റോടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി. ഈ പ്രകടന പത്രിക നമ്മുടെ മുന്നിലുണ്ട്. ഇത് 2021 കൊടുത്ത LDF പ്രകടന പത്രികയാണ്. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്കാണ് പോകുന്നത്. ഇനിയും 6 മാസമുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പത്തി എന്ന് പറഞ്ഞാൽ 6 മാസം ഇനിയും ഉണ്ട്. അതുകൊണ്ട് ഇനിയും വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞ 900 കാര്യങ്ങളും പൂർത്തീകരിക്കും. നവകേരളത്തെ ഞങ്ങൾ നിർമ്മിക്കും. ഒരു വിജ്ഞാന കേരളമാക്കി കേരളത്തെ ഉയർത്തും. ജനങ്ങളുടെ വാക്കുപാലിക്കുന്ന ഗവൺമെന്റായി, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഗവൺമെന്റായിട്ട് ഇത് മാറും. യെസ്, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. എവിടെ നിന്നാണ് പണം നമ്മുടെ സമ്പദ്സ്ഥിതി അതിന് അനുവദിക്കുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അതിനു മുമ്പ് ശ്രീ ശങ്കുട്ടി ദാസ്, CSDSന്റെ ഒരു പോസ്റ്റ് പോൾ അനാലിസിസ്, ഇന്ത്യയിലെ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പഠിച്ചുകൊണ്ടുള്ള അനാലിസിസ് പറയുന്നത് DBT സ്കീമുകൾ വഴി സർക്കാരിൽ മേലുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ 4 മുതൽ 5% വരെ വർദ്ധിക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അനുകൂലമായി ഒരു 5% ഷിഫ്റ്റ് ഉണ്ടായാൽ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി നമുക്ക് കാണാം. അത് ഒരുപാട് സംസ്ഥാനങ്ങൾ ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട്. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനമായിരുന്നു NDA മുന്നണി നടത്തിയത് എങ്കിൽ 4 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൂത്തുവാരി ജയിച്ചു. അതിൽ മുഖ്യമന്ത്രി മാജി ലഡ്കി ബഹിൻ യോജന വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ജാർഖണ്ഡിൽ ആ നിലവിലുള്ള സർക്കാരിനെ നിലനിർത്താൻ അവർ റീഇലക്ഷന് വേണ്ടി ഏറ്റവും നന്നായി സഹായിച്ചത് മയ്യ സമ്മാൻ യോജനയാണ്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ അൺപോപ്പുലറായി നിന്ന സമയത്താണ് ഈ ലാഡ്ലി ബഹിൻ യോജന പ്രഖ്യാപിക്കുന്നത്. ഇതെല്ലാം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആ സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ തുടർഭരണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരെ പണം വരുന്ന പദ്ധതി, വിശേഷിച്ച് വനിതകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന പദ്ധതി നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള, ഇമ്പാക്ട് മേക്കിംഗ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെ കേരള ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഫോളോ ചെയ്യുകയാണ്. പ്രതിഫലനം ഉണ്ടാക്കുമോ എന്ന് തോന്നുന്നു? നോക്കൂ, അങ്ങ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ പണം എത്തുക എന്ന് പറയുന്നത് പൊതുജനത്തിന് സർക്കാരിലുള്ള വിശ്വാസം, സർക്കാരിന് ടാഞ്ചിബിൾ ആയിട്ട് അനുഭവവേദ്യമാകുന്ന ഒരു അനുഭവമാണ്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗവൺമെൻറ് സാധാരണക്കാരന് വേണ്ടി 1 രൂപ ചെലവഴിക്കുന്ന സമയത്ത് 98 പൈസയും ലോസ്റ്റ് ഇൻ ട്രാൻസാക്ഷനാണ്. ഈ വഴിയിൽ വെച്ച് മധ്യവർത്തികളാണ് അത് ഉപയോഗിക്കുന്നത്. അവസാനത്തെ 2 പൈസ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആവേണ്ട സാധാരണക്കാരന് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ പറ്റി പരമ്പരാഗതമായി പറഞ്ഞിരുന്നൊരു വലിയ ആരോപണമാണ്. ഇത് ഇല്ലാതാക്കിയത് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ജാം ട്രിനിറ്റി, അതായത് ജൻധൻ അക്കൗണ്ടുകൾ, ആധാർ ലിങ്കിങ്, മൊബൈൽ ഇന്റർനെറ്റ് എന്നീ 3 സംഗതികൾ നരേന്ദ്രമോദി സർക്കാർ ബന്ധിപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആശയം സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാർ ഫണ്ട് അയച്ചു കൊടുക്കുന്നത്. അത് ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിക്കുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിലാണ്. 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഗവൺമെൻറ് അയച്ചു കൊടുക്കുന്നു, മധ്യവർത്തികളോ ഇടനിലക്കാരോ ഇല്ലാതെ. ഇത് സാധാരണക്കാർക്ക് ഗവർണൻസിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയൊരു വിജയവുമാണ്, വലിയൊരു സംഭാവനയുമാണ്, സംശയമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ള പല സംസ്ഥാനങ്ങളിൽ ഈ പറയുന്നത് പോലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കുന്നത്, ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ അയച്ചു കൊടുക്കുന്നത് അവരുടെ ജീവിത നിലവാരത്തെ വലിയ അളവിൽ മാറ്റുന്നത് കൊണ്ട് തന്നെ സർക്കാരുകൾക്ക് അനുകൂലമായിട്ടൊരു മനോഭാവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം നമുക്ക് കേരളത്തിലുണ്ട്. 2021 കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ വല്ലാതെ വലഞ്ഞിരുന്നിരുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ഈ ക്ഷേമ പെൻഷൻ വർധന ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നത് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്ന, വലിയ വിപ്രതിപത്തി നേരിട്ടിരുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ഒരു തുടർഭരണം ഉറപ്പുവരുത്തുന്നതിൽ 2021 ഈ പറയുന്ന ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫേഴ്സ് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതേ പരീക്ഷണമായിരിക്കാം അവർ നടത്തുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രബുദ്ധതയും പൊളിറ്റിക്കൽ വിസ്ഡവും വെച്ച് നോക്കുമ്പോൾ അവർ ഈ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്ന്, ഇത്തരത്തിലൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കാരണം, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? കാരണം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പാക്കുക എന്ന് പറയുകയാണെങ്കിൽ 2021 ഫെബ്രുവരി മാസത്തിലാണ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പാക്കാൻ 4 വർഷത്തെ സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും നടപ്പാക്കിയിട്ടില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്താണ് അത് നടപ്പാക്കുന്നത്. 2 മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. LDFന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ 2500 ആക്കി വർദ്ധിപ്പിക്കും എന്നാണ്. 2500 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല.
1600-ൽ നിന്ന് 2000-ലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ടല്ല ഇത് നടപ്പാക്കുന്നത്. ഇവിടെ സർക്കാരിനെതിരെ കടുത്ത ജനവികാരം ഉണ്ടെന്നും പിണറായി വിജയൻ ഗവൺമെന്റിന് ഒരുപക്ഷെ തുടരാനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ലെന്നും ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നുള്ള ആഗ്രഹം സാധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ടെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് 2021-ൽ പരീക്ഷിച്ച് വിജയിച്ചുള്ള ഒരു പരീക്ഷണത്തെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ ആളുകൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഒന്ന്, എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം നടപ്പാക്കിയിട്ടില്ല? എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് മാത്രം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് ആളുകളെ പണം കൊടുത്ത് വേടിക്കുന്നത് പോലെ കേവലം 400 രൂപ അധികം കൊടുത്താൽ വേടിച്ചെടുക്കാൻ കഴിയുന്നതാണോ മലയാളികളുടെ വോട്ട് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പൊതുസമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമായിട്ട് അവർ കണക്കാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇത് എങ്ങനെ നടത്തിക്കൊണ്ടു പോകും? ഇതൊരു തൽക്കാലത്തെ ഈ പറയുന്ന ഇനിയൊരു മന്ത്രിസഭാ യോഗം ചേരാനുള്ള സാഹചര്യം ഇല്ല. നവംബർ 1-ാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരുന്നതിന് മുൻപേ അവസാനം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അത് നവംബർ 1-ാം തീയതി കൂടി നടപ്പാക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് വ്യക്തമാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.